പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയും ബംഗ്ലാദേശും പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കണമെന്ന് US. എല്ലാ കക്ഷികളും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണെന്നും US സ്റ്റേറ്റ് വക്താവ് അറിയിച്ചു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായി ഉടനടി പരിഹരിക്കണമെന്ന് US സ്റ്റേറ്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തിൽ ഒരു വിള്ളലും ഉണ്ടായിട്ടില്ലെന്ന് ഇടക്കാല സർക്കാരിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുമായി ബംഗ്ലാദേശിന് അടുത്ത ബന്ധമാണുള്ളതെന്നും അത് ദൃഢമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. വംശമോ നിറമോ നോക്കാതെ ബംഗ്ലാദേശിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എല്ലാ പൗരന്മാരെയും സംരക്ഷിക്കാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും യൂനുസ് പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. എന്നാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഹിന്ദു സന്യാസി നേതാവ് ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിള്ളൽ ശക്തമായി ഉയർന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിലെ സ്വകാര്യ കമ്പനികൾക്കുള്ള തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ നിയമങ്ങൾക്കും നിബന്ധനകൾക്കും അനുസരിച്ചായിരിക്കണം തൊഴിലാളികളും നിയമനമെന്നും നിർദ്ദേശം. മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ഒരാളെ ജോലിക്കെടുക്കുന്നതിന് മുൻപ് അയാളുടെ ജോലിയുടെ സ്വഭാവം, ഡ്യൂട്ടി സമയം, വേതനം, ആനുകൂല്യങ്ങൾ എന്നിവയടങ്ങിയ ഓഫർ ലെറ്റർ നൽകണം. ഓഫർ ലെറ്ററിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം തൊഴിൽ കരാറിൽ ചേർക്കാൻ അനുമതിയുണ്ടെങ്കിലും കുറയ്ക്കാൻ പാടില്ല. ജോബ് ഓഫർ ലെറ്ററുകളിലൂടെ ബാർകോഡിലൂടെ ആധികാരികത പരിശോധിച്ചറിയാം. തൊഴിലാളികൾക്ക് അനുയോജ്യമായ പാർപ്പിട സൗകര്യമൊരുക്കാത്ത കമ്പനി ഉടമകൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. താമസ സൗകര്യം നൽകിയില്ലെങ്കിൽ താമസ അലവൻസ് അനുവദിക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകണം. അതിൽ ജോലിയുടെ സ്വഭാവം, ജോലിക്ക് ചേർന്നതും അവസാനിപ്പിച്ചതുമായ തീയതികൾ, മൊത്തം കാലയളവ്, ലഭിച്ച അവസാന വേതനം എന്നിവ വ്യക്തമാക്കിയിരിക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നരേന്ദ്രമോദി കുവൈറ്റ് സന്ദർശിക്കുന്നു. 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തുന്നത്. ഈ മാസം അവസാനമാണ് മോദി കുവൈറ്റിലെത്തുന്നത്. അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി മോദി ചർച്ച നടത്തും. കുവൈറ്റിലെ വ്യവസായ പ്രമുഖരെയും അദ്ദേഹം കാണും. കഴിഞ്ഞയാഴ്ച ഡൽഹിയിലെത്തിയ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി കുവൈറ്റ് സന്ദർശിക്കാനുള്ള ക്ഷണക്കത്ത് മോദിക്ക് കൈമാറിയിരുന്നു. ഹവല്ലി ഗവർണറേറ്റിലെ ബൊളിവിയാഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും ഒടുവിൽ കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ വെള്ളത്തിൽ പുതുവർഷം ആഘോഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ആനുകൂല്യങ്ങളുമായി RTA. പുതുവർഷ രാത്രി മുഴുവൻ വെള്ളത്തിൽ കറങ്ങി നടക്കാൻ അവസരം. ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ്, അറ്റ്ലാന്റിസ്, ബ്ലൂ വാട്ടേഴ്സ്, ജുമൈറ ബീച്ച് ടവേഴ്സ് തുടങ്ങിയ മേഖലകളിലൂടെയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് അനുവദിച്ചിരിക്കുന്നത്. വെള്ളത്തിലൂടെ കറങ്ങി നടക്കുമ്പോൾ വിവിധ മേഖലകളിലെ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നേരിൽ കാണാനാകും. മറീന മാൾ സ്റ്റേഷനിൽ നിന്നാണ് വാട്ടർ ടാക്സി സർവീസ് ആരംഭിക്കുന്നത്. 3750 ദിർഹത്തിന് വാട്ടർ ടാക്സി ചാർജ് ചെയ്യാം. മറീന മാൾ സ്റ്റേഷൻ, അൽ ഗുബൈബ, ബ്ലൂ വാട്ടർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഫെറി സർവീസ് ആരംഭിക്കുന്നത്. രാത്രി 1:30 വരെ ഫെറി സർവീസ് ഉണ്ടായിരിക്കും. മുതിർന്നവർക്ക് സിൽവർ ക്ലാസിൽ 350 ദിർഹവും ഗോൾഡൻ ക്ലാസിൽ 525 ദിർഹവുമാണ് നിരക്ക്. 2 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 ദിർഹം ഡിസ്കൗണ്ട് ലഭിക്കും. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യാത്ര സൗജന്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സേവന ഗുണനിലവാരത്തിലും കൃത്യനിഷ്ഠയിലും ദുബായ് മെട്രോ മുന്നിൽ. സേവനം ആരംഭിച്ചതു മുതൽ ഇതുവരെ സഞ്ചരിച്ചത് 15 ലക്ഷത്തിലേറെ കിലോമീറ്റർ. കൃത്യമായി നടത്തുന്ന അറ്റകുറ്റപ്പണികൾ കാരണം ദുബായ് മെട്രോയുടെ പ്രവർത്തന മികവ് കൂടി. റെഡ്, ഗ്രീൻ ലൈനുകളിലെ 189 കിലോമീറ്റർ ട്രാക്കിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. പാതയുടെയും ട്രെയിനിന്റെയും സുരക്ഷ, കാര്യക്ഷമത, വിശ്വാസ്യത എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിവരുന്നത്. 79 ട്രെയിനുകളും നവീകരിച്ചു. 99.7% ട്രെയിനുകളും കൃത്യനിഷ്ഠത പാലിച്ചു എന്നതും ദുബായ് മെട്രോയുടെ സവിശേഷതയാണ്. 2009 സർവീസ് ആരംഭിച്ചതിനു ശേഷം 15 ലക്ഷത്തിലേറെ കിലോമീറ്ററാണ് ദുബായ് മെട്രോ സഞ്ചരിച്ചത്. RTA സ്ട്രാറ്റജിക് പ്ലാൻ 2030ന്റെ ഭാഗമായാണ് ദുബായ് മെട്രോ നവീകരണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.